തുരുത്തിൽ കുറേ കഥകൾ കേൾക്കാം. പണ്ടത്തെ കുറേ നിഗൂഢകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. മറ്റേ കുറേ ആളെ കുഴിച്ചിട്ടതും അങ്ങനത്തെ കുറേ കഥ. നമ്മളോട് വരുമ്പം തന്നെ പറ്റില്ല അയാളെ. ഇവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ, രാത്രിയാകുമ്പോൾ കുറേ ഒച്ചപ്പാടെല്ലാം കേൾക്കുന്നത്. നമ്മളിപ്പോൾ ബ്രെഡ് ഇവിടുന്ന് സംഭവം ടോസ്റ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ അമ്മ കാണിച്ചു കൊടുക്കും. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക, പിന്നെ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം അല്ലേ? എന്നിട്ടിങ്ങനെ ഒന്ന് തിരിച്ചിടുക. ഇല്ല ഇപ്പൊ അത് നല്ല സെറ്റ് ആയി കിട്ടിയിട്ടുണ്ടല്ലേ ബ്രെഡ് ടോസ്റ്റർ. രസണ്ടാ? നമ്മളിപ്പോൾ ഇതാ തീ വരെ കെട്ടു. നമ്മളിപ്പോൾ എന്താ ഇടയ്ക്ക് ചോക്കോസ് പാലിലിട്ട് കഴിച്ച്, അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മാഗി ഉണ്ടാക്കി. പിന്നെ എന്താ പറയുക, അപ്പോഴേക്ക് നല്ല ഇരുടുമായി. മാത്രമല്ല ആടുന്ന ഇടുന്ന എന്തൊക്കെ സൗണ്ടും കേൾക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഈ തുരുത്തിനെ പറ്റി എന്തോ ഒരു കഥ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇവൻ ശരിക്കും ഇതിൻ്റെ അടുത്തുള്ള ഒരാളാണ്. ഇതിൻ്റെ സംഭവം ഇതിൻ്റെ പിന്നിൽ കുറച്ച് സീൻ ഉണ്ടെന്നാണ് കേൾക്കുമ്പോൾ. ഞങ്ങൾക്ക് ഇനിയും ഇവിടെ രാത്രി ഇനിയും നിൽക്കാൻ ലേശം ഒരു ഇതുണ്ട്. ഇവിടെ തന്നെ ഒന്ന് പതുക്കെ സൈഡായ തോന്നുന്നുണ്ട്. കാരണം ഇനിയും നിൽക്കണ്ടെങ്കിൽ ഉറക്കം തീരെ വരൂല. ഇനി അപ്പുറത്തപ്പുറത്ത് സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി ആകെ കേൾക്കുന്നുണ്ടാ പോക്ക് പ്രേതവും ഇല്ല, ഒന്നുമില്ല. ദൈവമുണ്ട്. ഞങ്ങളിന്ന് 4 ഇളനീരാ കഴിച്ചത്, അല്ല കുടിച്ചത്. ആരാണോ നമുക്ക് ദാഹിക്കുമ്പോ വെള്ളം തരുന്നത് അതാണ് ദൈവം. അവരാണ് ദൈവം. അല്ലാതെ കൽബിംബങ്ങളല്ല, അതാണ് വേണ്ടത്. ഇപ്പൊ 10 മണിക്കൂറും 20 മിനിറ്റും കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഇത്ര നേരം ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്ത് എന്താ പൊട്ടത് അഭിനയ കണ്ട എല്ലാം അടച്ചിരിക്കുന്ന ഇവനാണ് തേങ്ങ അറിഞ്ഞ ഇവനാണ്. കണ്ടാ? പ്രേതൊന്നുമില്ല ഇല്ല. ഇവനാണ് എന്താക്കിയത്, ചിരിച്ചത്. അഭിനയിക്കുമ്പോ ചിരിച്ചത് ഇവനാ. കൃത്യം 12:38. ഇപ്പൊ ഞങ്ങള് ഇവിടെ വന്നിട്ട് 10 മണിക്കൂർ ഇനി 10 മണിക്കൂറാണ് ഇനി ബാക്കി. ഞങ്ങളിപ്പോ ഇനി കിടക്കാൻ നോക്കുന്നതാണ്. ഇവിടെ പല ഭാഗത്തുനിന്ന് തേങ്ങ വീഴുന്നുണ്ടാക്കി. പിന്നെ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഈ രീതിയിൽ എവിടെയെങ്കിലും ഞങ്ങൾ ഇതിപ്പോ എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ ഉറക്കുണ്ട്. പിന്നെ നമ്മളാ തോണിയിലാക്കി മൂപ്പരനെ പറഞ്ഞേക്ക് വല്ലാണ്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങാണ്ട് നിക്കണ്ട. നമ്മളിപ്പോ എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഒറ്റ ചെറിയൊരു സാധനം പോലും ഇവിടെ ഇടൂല, നമ്മൾ വെക്കൂല. കാരണം നമ്മളൊരു പുതിയ സ്ഥലത്ത് വന്നിട്ട് അവിടെ പോയിട്ട് വൃത്തികേടാക്കാൻ പാടില്ലല്ലോ. നടക്കാനുള്ള പ്ലാനുകൾ നോക്കുകയാണ്. അപ്പൊ ഇനി നാളെ 11 മണി വരെയാണ് ടൈം. നമ്മളിനി അപ്പൊ കാണാം. കാരണം നമ്മൾ അധികം നേരം നിന്ന് വെറുതെ ഇതാകുന്നില്ല. പല മൃഗങ്ങളും മറ്റുള്ള ഇതൊക്കെ ഉള്ള ഒരു തുരുത്താണ്, നിങ്ങൾക്കറിയാലോ. അപ്പോ സൗണ്ടുകൾ പലതായിട്ടുണ്ട്. അല്ല, തുരുത്തിന് സ്വാഭാവികമായിട്ടുണ്ടാവും. കാട്ടില് കാട്ടിൽ എന്തൊക്കെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഒന്ന് കിടക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഞങ്ങള് ഈ വീഡിയോ എങ്ങനെ അവസാനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. 11 മണി വരെ ഗൈസ്. അങ്ങനെ നമ്മളിപ്പോ എന്താ ഇവിടെ കിടന്നുറങ്ങി. ഇത് നമ്മൾ സെറ്റപ്പ് ആക്കിയ സാഹചര്യം 4-5 ഓല വെച്ചിട്ട് നേരെ ബാക്കിൽ ബാഗും വെച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങിയതാണ്. കുറച്ച് അതിൽ ചൂടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചൂടും കൂടി തട്ടിയപ്പോ എന്റെ മോനെ രാത്രി എന്ത് തണുപ്പായിരുന്നല്ലേ. തണുപ്പ് ഈ ഒരു സ്ഥലത്ത് കിടക്കാൻ ശരിക്കും കടിച്ചാ അതെന്ന് വെച്ചാൽ ഇങ്ങനെ കിടന്നിട്ട് എന്താ പറയാ നല്ല സുഖം, നല്ല തണുപ്പ്. അവിടുന്ന് അപ്പുറത്തും ഇവിടെയും വെള്ളമായിക്കൊണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇതാക്കി ഉറങ്ങാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അവിടെ എത്ര 7 മണിക്കൂറാ 7 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങിയില്ലേ എടാ? ആകെ 1:49 1 മണിക്കൂർ 49 മിനിറ്റ് കൂടെ ഇനി ബാക്കിയുള്ള എന്തുറക്കി 1 മണിക്കൂർ 49 മിനിറ്റ് 50 സെക്കൻഡ്. നമ്മള് നല്ല സൗണ്ടും പക്ഷിന്റെ സൗണ്ടും. ഇപ്പോൾ നമ്മൾ തോണിക്കാരനെ മറ്റേ മൂപ്പരെ വിളിച്ചിട്ടുണ്ട്. മൂപ്പര് ഒരു 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തുന്ന പറഞ്ഞ്. നമ്മൾ കറക്റ്റ് ഇത് 1 മണിക്കൂർ 49 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ കറക്റ്റ് ആ സമയം കൊണ്ട് മൂപ്പര് വന്നിട്ടുണ്ട്. ഇത് അവസാനിക്കുമ്പോൾ തന്നെ നേരെ അതിൽ കയറാം, ആ രീതിക്ക് സെറ്റാക്കാം. അല്ലാണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇനി നിൽക്കലൊന്നും നടക്കൂല. കാരണം ഓൾറെഡി ഇത്ര നേരം
വൃത്തിയാക്കാം. ഒന്നില്ല നമ്മള് പ്ലാസ്റ്റിക് ഒക്കെ എന്നാലും മൊത്തം ഇതാക്കി ഗാർബേജിലിട്ട്. പിന്നെന്താ പറയുക, ഒന്നുമില്ല, മറ്റേ തീ കൂട്ടി അതുണ്ട്, പിന്നെ ഓലയുണ്ട്. അങ്ങോട്ടും സൈഡാക്കുക, വേറെ സീനൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ഏറെക്കുറെ സക്സസ്ഫുൾ ഇപ്പോൾ 24 മണിക്കൂറോടെ കംപ്ലീറ്റ് ആക്കിക്കില്ലേ. ഇനി ആകെ 1 മണിക്കൂർ 48 മിനിറ്റ് കൂടി. ഇതാണ് സംഭവം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. 4-5 ഇന്നലത്തെ മറ്റേ ഇളനീരും തേങ്ങേൻ്റെ ഒക്കെ പൊട്ടിച്ച് മറ്റേ മാഗിയിൽ ഒഴിച്ചതിൻ്റെ സാധനം ഇത് ബാക്കി ഉണ്ടായിരുന്നു. നമ്മളിന്ന് രാവിലെ എന്ന് വെച്ചാൽ ഇത് നേരെ പൊട്ടിച്ച് എന്നിട്ട് എല്ലാവരും ഇത് കഴിക്കുക. കാരണം ഇന്നലെ നമ്മളാകെ ഒരു ബ്രെഡും പിന്നെ അതൊക്കെ ഉണ്ടായി. അത് ഇന്നലെ രാത്രി തന്നെ ആ മാഗീൻ്റെ ഒപ്പം മാഗി കഴിച്ചതിന് ശേഷം ഇത് നമ്മൾ കുറച്ച് ഇതിൽ തന്നെ തീയിൽ കുറച്ച് നേരം ഇട്ട് ടോസ്റ്റ് ചെയ്ത പോലെ തന്നെ ആക്കിയിട്ട് ഇങ്ങനെ കഴിച്ചൊക്കെ ഉണ്ടായി. കാര്യമായിട്ട് ഇത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. 1 മണിക്കൂറും കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് തോണിക്കാരൻ വന്നിട്ട് നേരെ എന്നിട്ട് അതിൽ കയറി തിരിച്ചെത്തിയിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും മര്യാദ കഴിക്കും. ഗൈസ് നമ്മൾ നൈസായിട്ടൊരു വലയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ എന്തുന്നാ തേങ്ങ നേരെ അതിലിട്ടിട്ട് നോക്കുകയാണെങ്കിൽ മീനെങ്ങാനും കുടുങ്ങുമെന്നുള്ള നോക്കട്ടെ. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ എന്തിനേലും കിട്ടുമായിരുന്നു. നമ്മൾ പരലല്ല, നമ്മൾ കഴിച്ചില്ലേ പഠിക്കുന്നത്, വലുത് മാത്രം. സമയം അത്രയേ ഉള്ളൂ. ഇനി ഇത്രയാ 1 മണിക്കൂർ കൂടെ ഉള്ളൂ. 1 മണിക്കൂറും കൂടി അതിനുള്ളിൽ നമ്മളൊരു ഇതൊരു 4-5 മീൻ കൊടുങ്ങും ഉറപ്പാ. വല വേറെ, കയറ് വേറെ, തേങ്ങ വേറെ, പാളി ഗൈസ്. അതുകൊണ്ട് പ്രണവ് കുളത്തിൽ ചാടി തേങ്ങാപ്പൂൾ എടുക്കുന്നതായിരിക്കും. നമ്മളപ്പോൾ എന്താ വേറെ ടാസ്കിലേക്ക് കിടക്കുകയാണ് ഗൈസ്. എന്താ വെച്ചാൽ എന്തായാലും മീൻപിടുത്തം ഫെയിലായ സ്ഥിതിക്ക് നമ്മൾ അടുത്തൊരു സാധനത്തിൽ ഇങ്ങനെ കിടക്കൂ. എന്താ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും നടന്റെ പേരോ അങ്ങനെ പെട്ടെന്ന് പറയാത്തവര് എടുത്ത് സ്ഥലത്തിന്റെ പേരോ എന്തേ സ്ഥലത്തിന്റെ പേര് പറയാത്തവര് എടുത്ത് നേരെ വെള്ളത്തിലേക്ക് ചാടുക. ഇതാണ്. ഒരിക്കലൊന്നും പെടൂല വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്ന വെച്ചാൽ ഇങ്ങനെ അക്ഷരം പറയൂ, എന്നിട്ട് പറയാൻ ഫെയിൽ ആകുന്ന വെച്ചാൽ ഒരു എടുത്ത് നേരെ പുഴയിലേക്ക് ആടുക, ആദ്യം ചാടണം. എന്നിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആവും. അടുത്ത കളി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവും. മനു ആണ് ആദ്യത്തെ അക്ഷരം. മനു അക്ഷരാ പൊട്ട അല്ല. 3 എണ്ണം. ആളെ പേര്, സ്ഥലപ്പേര്, സിനിമ പേര്, മൃഗമൊന്നും വേണ്ട. ഓക്കെ, തുടങ്ങാണ്. ആദ്യത്തെ അക്ഷരം മ. ഞാനാണ് ആദ്യം പറയണ്ടേ. എന്താ ആളെ പേര്? ഓക്കെ. മഹേഷ്, മാവേലിക്കര, മാമാങ്കം. മനു, മലപ്പുറം, മാണിക്കക്കല്ല്. മനു അങ്ങനെ പിന്നെ മനു സായാണ് രാമൻ പറഞ്ഞ. സംഗീത്, സരോവരം, സുധാകരൻ, സാ പോയി. സായ ഷായ സാ സുധാകരൻ റെഡിയാ. സൂ അല്ലേ വരുന്നത്? ആയിക്കൂടാ. അങ്ങനെ ആക്കി എന്തിനാ അങ്ങനെ ആക്കാ? എന്നാക്കെ സുധാകരൻ, ശ്രീലങ്ക, ശ്രീകണ്ഠപുരത്തെ നക്ഷത്ര. ശ്രീയല്ലേ? അതെന്താ ശ്രീലങ്ക? എന്താടാ ശ്രീലങ്ക ഒരു സ്ഥലല്ലേ? അതെ, ശ്രീലങ്ക സ്ഥലം. എവിടെ തണുപ്പാ? ചളിയാ? എവിടെ ഇറങ്ങണോ? പറയട്ടെ. അടുത്ത അക്ഷരം വാ. നീ തുടങ്ങിക്കോ. വാസു, വടകര, വീരം. വേണു, വൈത്തിരി, ഓക്കെ. ഭരതൻ, വർക്കല, വൺ മാൻ ഷോ. അടുത്ത അക്ഷരം പറഞ്ഞോ. അക്ഷരം പറയാ. താക്കൂർ മഹാരാജാവ്. പിന്നെ സ്ഥലത്തിന്റെ പേരായിരുന്നു ടിക്കോടി. അങ്ങനെയല്ലേ? ടായല്ലേ അല്ലേ? ആണ്. തായ. അത് ഞാൻ പറയാം. ചാടുവാട്ടാ. ക്യാമറമാനും ചാടട്ടെ. കണ്ടുവന്നില്ല മോശം വെള്ളം.
മുങ്ങിക്കോ ചളി തല വിളിക്കണ്ട കേട്ടോ. മുടി അക്ഷരം മ്ലായൊന്നുമില്ല എന്നാ പിന്നെ പറ. അങ്ങട് അധികം അങ്ങട് മുമ്പാ എന്നാ പിന്നെ റ. പേര് റവാന. സ്ഥലം റാവൽപിണ്ടി. ആ പിന്നെ സിനിമ റാംബോ. അടുത്ത ഞാൻ പറയാം. അല്ല ഇവൻ പറയണ്ടേ, സാധനം മൊത്തം പറയണ്ടേ. അല്ല ഇനി പറ. റാണി രാജസ്ഥാൻ. അല്ലല്ല രായ. രാജസ്ഥാൻ. രാജസ്ഥാനല്ല, രാജസ്ഥാനല്ലേ ഇത്. പിന്നെ മുഖ അല്ല പറഞ്ഞോ. ഇനി മുങ്ങിക്കോ. ഇത് ഇവ നോക്കി നോക്കി ഒരു മെസ്സിനെ കട്ടില്ലേ, ഒന്ന് സൂം ചെയ്ത് നോക്കാൻ. കമന്റ് സെക്ഷനിൽ പറയണോ ഇവനെ കാണാൻ മെസ്സിനെ പോലെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള. മെസ്സിന് ഇഷ്ടമുള്ളവര് മെസ്സിന് കമന്റ് മെസ്സി. തല മുക്കണ്ടടാ, ചെവി മുക്കണ്ടേ. ചെവിയും തലയും മുക്കണ്ട. ഏത് ബായ? പറഞ്ഞ ഞാനാ പറയണ്ടേ. ഞാൻ ഇങ്ങനെ ഭാസ്കരൻ ആളെ പോടാ BH ഭാസ്കരൻ അല്ല BL ഇവൻ പറഞ്ഞ ബലൂണ്ട ബായ. അത് രണ്ടൊന്നുമില്ല. BH ബലൂണ്ട പിന്നെ ഒരു ബാ കിട്ടിയാ മതി. അങ്ങനെയാണ് ഇപ്പൊ ഈ രാജസ്ഥാൻ. ഭാസ്കരൻ. പിന്നെ സ്ഥലപ്പേര് ബാണാസുര സാഗർ. പിന്നെ സിനിമ പേര് ബബ്ബ. ബാബു ബനാറസ് ബാസന്തി ലക്ഷ്മി. രാമൻ തങ്കം. കഴുത്തിനെ മോളിട്ട് വെള്ളം പോണ്ടേ. ചളി ആയിക്കൊണ്ട് അമീബിയു വൈറസ് എല്ലാം കയറിയിട്ടുണ്ടെങ്കിൽ അതെ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കോ. നല്ല സുഖ, നല്ല രസ. അവിടെയൊക്കെ ചളിയാ, അങ്ങോട്ട് രസല്ലേ. അങ്ങോട്ട് കൊടുക്ക. അധികം പോണ്ടേ. തിരിച്ചു വന്നോ. അവിടെ നിക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ എടുക്കണ്ടോണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടാ. കേശവാ, വീഡിയോ എടുക്കണ്ടോണ്ട് ഞാൻ ഇറങ്ങിയില്ല, അത്ര തന്നെ. ദൃഷ്ടി അങ്ങനെ ഇവിടെ ഈ തുരുത്തിലേക്ക് ഇന്ന് രാവിലെ എന്തോ ഇവിടുത്തെ 1-2 മൃഗങ്ങളുണ്ട്. അതിന് മറ്റേ ഇത് കൊടുക്കാൻ ഫുഡ് കൊടുക്കാൻ വന്ന ഏച്ചുണ്ടായിരുന്നു. അപ്പം ആള് ഈ തോണിയിലാണ് വന്നത്. അപ്പം നമ്മൾ പെട്ടെന്നൊന്ന് ഓടിക്കാൻ തരും ചോദിച്ചപ്പോൾ ആള് പെട്ടെന്ന് തന്നെ ആ നാട് വരെ വന്നിട്ട് വേഗം വന്നോ. പിന്നെ ബാലൻസിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ ബാലൻസ് അല്ലെങ്കിൽ ഇത് നേരെ മറിഞ്ഞു വീഴും. മാത്രം നടുവിലൊക്കെ പോയിട്ട് ഒടുക്കത്തെ ഒഴുക്കും ആഴാന്നാ പറഞ്ഞു. പിന്നെ ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. നമ്മുടെ ശ്രദ്ധിക്കുക. പോയിട്ട് പരിചില്ല സ്ഥലത്ത് പോയിട്ട് വെറുതെ ഗൈസ് അങ്ങനെതാ വെറും 53 സെക്കൻഡ് കൂടി അതിന് ബാക്കിയുള്ളൂ. നമ്മളിപ്പോൾ കുളിച്ച് അവിടുന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഇന്നലെ ക്യാമ്പ് ചെയ്ത് കടന്ന സ്ഥലത്ത് ഇപ്പം വന്നിട്ട് ഡ്രസ്സ് മാറ്റിയാണ്. വെറും 40 സെക്കൻഡ് കൂടി. നമ്മളെ തോണിക്കാരപ്പോൾ ഇവിടെ എത്തിയെന്നാണ് പറഞ്ഞ്. അവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആള്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് ആളടുത്തേക്ക് പോകണം. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്ത സ്ഥലം ഇതുപോലെ 24 മണിക്കൂർ നമ്മളിങ്ങനെ നിൽക്കും. അതേതാ സ്ഥലം എന്നുള്ളത് നമ്മൾ പറയില്ല. അടുത്ത നമ്മൾ ഇപ്പോൾ ഈ ഐലൻഡത്തെ 24 മണിക്കൂർ ഇനി ഐലൻഡ് തുരുത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കി സക്സസ്ഫുള്ളി. 19 സെക്കൻഡ് കൊണ്ടാണ് ഗൈസ് ബാക്കിയുള്ളത്. അപ്പോൾ വെച്ചാൽ നമ്മളിനി അടുത്ത സ്ഥലത്ത് അടുത്ത ഡെസ്റ്റിനേഷൻ ഇതുപോലെ നമ്മൾ 24 മണിക്കൂർ നേരെ അവിടെ പോയി നിൽക്കും. അതെന്താണെന്നുള്ള ഞങ്ങൾ കാത്തിരുന്ന് കാണുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഫോളോവേഴ്സ് നിന്നിട്ട് ഒരാളെ കൂടി നമ്മൾ കൂട്ടുകായിരിക്കും അടുത്ത നമ്മളൊപ്പം നിൽക്കാൻ വേണ്ടി. 3, 2, 1
24 മണിക്കൂർ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു guys. 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്ന ആദ്യത്തെ മലയാളി വ്യക്തികൾ മലയാളി ബ്ലോഗേഴ്സ്. അടുത്ത സ്ഥലത്ത് ഇതേപോലെ 24 മണിക്കൂർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാൻ വിത്ത് ഞങ്ങൾ സബ്സ്ക്രൈബറിന്റെ ഒപ്പോ അല്ലെങ്കിൽ ഒരു ഫോളോവറിന്റെ ഒപ്പോ ഇതുപോലെ ഒരുമിച്ച് 24 മണിക്കൂർ നിന്നിട്ട് ചെലവഴിച്ച് കാണാൻ വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.